ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു ദോശൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം ആക്കാൻ പറ്റും നല്ല പഞ്ഞി പോലത്തെ ദോശയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ആദ്യം വേണ്ടത് 2 കപ്പ് പച്ചരി നല്ലോണം കഴുകിയിട്ട് കുതിർത്തി വെക്കാം. അതുപോലെ തന്നെ 1 കപ്പ് ഉഴുന്നും, അതും അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ട് അതും നല്ലോണം കഴുകിയിട്ട് കുതിർത്തി വെക്കുക. ഇതിപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത്, രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ഉച്ചക്ക് കുതിർത്തി വെക്കണം. പച്ചരിയും ഉഴുന്നും കുതിർത്തി വെച്ചിട്ട് രാത്രി അരച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കാണ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആകാം. ഉഴുന്ന് ഞാൻ കുതിർത്തിയത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. നല്ല തണുപ്പോടെ അടിക്കുമ്പോൾ നമുക്ക് ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മിക്സി ചൂടാക്കി കഴിഞ്ഞാൽ ദോശ നന്നാവില്ല. അപ്പോൾ നമുക്ക് ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിൽ വേണം പച്ചരി അരക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പച്ചരീൻ്റെ വെള്ളം നല്ലോണം ഊറ്റിയെടുത്തിട്ട് ആ വെള്ളത്തിൽ വേണം നമുക്ക് പച്ചരി അരച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറാണ് ഇട്ടെടുത്തുള്ളത്. അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം പറഞ്ഞാൽ കുറച്ചൊരു തരി പോലെ നല്ലോണം ഇതായിട്ട് അരച്ചെടുക്കാം. ഇനി പച്ചരി അരച്ച മിക്സിൻ്റെ ജാറിൽ തന്നെ നമുക്ക് ഉഴുന്ന് നല്ലോണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഉഴുന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുമ്പോൾ നമുക്ക് 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം മിക്സി ചൂടാണ്ട് നിന്നോളൂ. ഉഴുന്ന് നല്ലോണം അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് പച്ചരീൻ്റെ മിക്സിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കൈയോട് നല്ലോണം മിക്സ് ആക്കാം. ഒരു 5 മിനിറ്റോളം നല്ലോണം കൈയോട് മിക്സ് ആക്കണം. എന്നാലത് രണ്ടും നല്ല മിക്സായിട്ട് വരും. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് അവിടെ പൊത്തി വെക്കാം. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് തുറന്ന് നോക്കിയാൽ മതി. രാവിലെ നമുക്ക് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. നല്ല കട്ടിയിൽ അരച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇത്ര തിക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ നല്ല ലൂസായി പോകും. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ദോശ ഓരോന്നായി ചുട്ടെടുക്കാം. ഞാൻ കുറച്ച് തടിച്ച ദോശ ചുടൽ, നല്ല കുഞ്ഞു തടിച്ച ദോശ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ് റോസ്റ്റായിട്ടോ അല്ല മസാല ദോശയായിട്ടല്ലേ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ദോശയാണിത്. നല്ല ചട്നിക്കെല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും നല്ല ബീഫ് കറി ആക്കുമ്പോൾ ഈ ദോശ കറി ബീഫ് കറിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.